ഓം ശ്രീ ഗുരുഭ്യോ നമ. അമേരിക്കയിൽ വെച്ചൊരു യുവതി അമ്മയെ കാണാൻ ഏറെ കാത്തിരിക്കുകയും ദർശനത്തിനൊടുവിൽ അമ്മയെ കണ്ട് ഏറെ കണ്ണീരൊഴുക്കുകയും അതീവ സന്തുഷ്ടയെ മടങ്ങുകയും ചെയ്തു. ബ്രഹ്മചാരി അമൃതാത്മ അതേക്കുറിച്ച് അമ്മയോട് സംസാരിക്കവേ ചോദിച്ചു, അമ്മയ്ക്ക് സങ്കല്പം മാത്രയാൽ അവർക്ക് സ്വാതന്ത്ര്യം നൽകാം, പിന്നെ എന്തിന് അത്രയും നേരം അവരെ കാത്തിരുത്തി? പിന്നീട് അനുഗ്രഹിച്ചു. അമ്മ പുഞ്ചിരിയോട് പറഞ്ഞു, മോൻ പറഞ്ഞത് ശരി തന്നെ. ആ മോൾ അമ്മയെക്കുറിച്ച് കേട്ടതും ഇവിടെ വന്നതും ഏറെ നേരം കാത്തിരുന്നതും ഒടുവിൽ ഹൃദയം തുറന്ന് കരഞ്ഞതും അമ്മ ആശ്വസിപ്പിച്ചതും അവരിൽ പരിവർത്തനം വന്നതുമെല്ലാം അമ്മയുടെ സങ്കല്പം ഇല്ലാതെയാണോ മക്കളെ നടന്നത്? മോൻ അങ്ങനെ കരുതുന്നുണ്ടോ? ആ മോളുടെ ആഗ്രഹം കൊണ്ട് അതൊന്നും നടക്കില്ല. ഏതിൻ്റെ പുറകിലും ഒരു ദിവ്യസങ്കല്പം കൂടി വേണം. യാതൊന്നും യാദൃശ്ചികമല്ല. സദ്ഗുരുവിൻ്റെ, ഈശ്വരൻ്റെ സങ്കല്പമില്ലാതെ യാതൊന്നും സാധ്യമില്ല മക്കളെ. നമഃശിവായ. അമ്മയുടെ സങ്കല്പത്താൽ നാം ആ തിരുസന്നിധിയിൽ ചെന്നു, കണ്ടു, തൊട്ടു, കേട്ടു. ഇനി അമ്മയുടെ സങ്കല്പത്തിനൊപ്പം ജീവിതം മാറ്റിയെടുക്കാനും നമുക്ക് പ്രയത്നിക്കാം. അമ്മ അതിൽ നമ്മളിൽ കൃപ ചൊരിയട്ടെ.